നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ക്യാബിനറ്റ് ചാനലിന്റെ വിഷു ആശംസകൾ. ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാർഷിക സമ്പൽ സമൃദ്ധിയുടെ സ്മൃതികളുമായി കണിയൊരുക്കം. വിഷു നാളെ. ജില്ലാ അതിർത്തികളിൽ കർശന പരിശോധനയുമായി സ്റ്റാറ്റിക് സർവൈലൻസ് സംഘങ്ങൾ. അനധികൃത പണം, മദ്യം, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ തടയും. ഭരണങ്ങാനത്ത് ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. അപകടമുണ്ടായത് തടിലോറിയെ മറികടക്കുന്നതിനിടെ മരണപ്പെട്ടത് മുത്തോലി സ്വദേശി. വാർത്തകൾ വിശദമായി. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീക്ഷകൾ പങ്കുവച്ച് വിഷു നാളെ. വരുന്ന വർഷത്തിന്റെ നന്മകൾ പ്രതീക്ഷിച്ച് മലയാളികൾ കണിയൊരുക്കും. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീക്ഷകൾ പങ്കുവച്ച് നാളെ കേരളീയർ വിഷു ആഘോഷിക്കും. മലയാളിയുടെ കാർഷിക സംസ്കാരത്തിന്റെ തനിമയും പച്ചപ്പും ഓർമ്മപ്പെടുത്തുന്ന ഉത്സവമാണ് വിഷു. പോയ വർഷത്തിന്റെ നൊമ്പരങ്ങൾ മാറ്റി നിർത്തി പുതിയ വിളവെടുപ്പ് കാലത്തിന്റെ പ്രതീകമാണ് ഓരോ വിഷുവും. വിഷുവിന്റെ വരവറിയിച്ച് ദിവസങ്ങൾക്ക് മുൻപേ പ്രകൃതിയും ഒരുങ്ങിയിരുന്നു. എങ്ങും സ്വർണ്ണവർണ്ണങ്ങളിൽ കണിക്കുന്ന പൂക്കൾ. വരുന്ന വർഷത്തിന്റെ നന്മകൾ പ്രതീക്ഷിച്ച് മലയാളികൾ കണിയൊരുക്കും. വിഷുവിന്റെ വരവറിയിച്ച് വിപണി സജീവമാണ്. കണിവയ്ക്കുന്നതിനായുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ വാങ്ങുന്നതിന് നിരവധി പേരാണ് കടകളിൽ എത്തിയത്. വിഷുദിനത്തിൽ പുലർച്ചെ കത്തിച്ചുവെച്ച നിലവിളക്കിന്റെ അകമ്പടിയിൽ കൃഷ്ണ ഭഗവാനെ ദർശിക്കുന്നത് വരുന്ന ഒരു വർഷം സമ്പൽ സമൃദ്ധി തരുമെന്നാണ് വിശ്വാസം. കണി കണ്ട ശേഷം കാരണവർ എല്ലാവർക്കും വിഷുക്കൈനീട്ടം നൽകും. ഈ വിഷുദിനം മുതൽ അടുത്ത വിഷുദിനം വരെ സാമ്പത്തികാഭിവൃദ്ധി ഉണ്ടാകാൻ വിഷുക്കൈനീട്ടം സൂക്ഷിക്കണമെന്നാണ് വിശ്വാസം. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ വിഷു സദ്യയും ഒരുക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിഷുക്കണിയിലെ ഏറ്റവും പ്രാധാന്യം കണിക്കൊന്ന പൂവിനാണ്. കൊന്നമരം എങ്ങനെ കണിക്കൊന്നയായി? വിശേഷങ്ങൾ അറിയാം. കണിക്കൊന്ന പൂവ് ഇല്ലാതെ വിഷുപുലരിയിലെ കണി കാണൽ പൂർണ്ണമാകില്ല. കണിക്കൊന്നയുടെ സ്വർണ്ണ തിളക്കത്തിൽ തിളങ്ങി നിൽക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹത്തെ കണി കണ്ടുണരുമ്പോൾ ഒരാണ്ടിന്റെ സമൃദ്ധിയാണ് മലയാളിക്ക് ലഭിക്കുന്നത്. കണിക്കൊന്നയ്ക്ക് ആ പേര് ലഭിച്ചത് ബാലിവധവുമായി ബന്ധപ്പെട്ടാണ്. ബാലിയെ വധിക്കാൻ ശ്രീരാമചന്ദ്രൻ മറഞ്ഞു നിന്നത് ഒരു മരത്തെയായിരുന്നു. ഈ മരം പിന്നീട് കൊന്നമരം എന്നറിയപ്പെട്ടു. വെറുതെ നിന്ന തനിക്ക് കൊന്നമരം എന്ന ചീത്തപ്പേര് ലഭിച്ചതിന് ഭഗവാനോട് മരം സങ്കടം പറഞ്ഞു. വിഷുദിനത്തിൽ നിന്റെ പൂക്കൾ കണി കണ്ട് നാട് ഉണരുമെന്നും നീ ഐശ്വര്യത്തിന്റെ പ്രതീകമായി തീരുമെന്നും ഭഗവാൻ അനുഗ്രഹം നൽകി. ഉണ്ണിക്കണ്ണന്റെ കളിക്കൂട്ടുകാരനായ ഒരുണ്ണി ഭഗവാന്റെ പൊന്നരഞ്ഞാണം മോഷ്ടിച്ചെന്ന് അപവാദം പരക്കുകയും ആ ബാലൻ അരഞ്ഞാണം ഊരി സമീപത്തു നിന്ന് മരത്തിലേക്ക് എറിയുകയും ചെയ്തു. പൊന്നരഞ്ഞാണം ചെന്നു വീണതും ആ മരം മഞ്ഞപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞു. കൃഷ്ണന്റെ പൊന്നരഞ്ഞാണമാണ് കണിക്കൊന്ന പൂക്കൾ എന്നാണ് സങ്കല്പം. വിഷുവിന് കണിയൊരുക്കുമ്പോൾ കൃഷ്ണവിഗ്രഹത്തിനൊപ്പം കൊന്നപ്പൂക്കൾക്കും പ്രാധാന്യം കിട്ടിയതിന് പിന്നിലുള്ള കാരണം ഇതാണെന്നാണ് ഐതിഹ്യം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിഷുവിന്റെ തലേനാൾ പടക്ക വിപണി സജീവമായി. ആകാശത്ത് വർണ്ണവൈവിധ്യങ്ങൾ ഒരുക്കുന്ന ചൈനീസ് പടക്കങ്ങൾക്കാണ് ആവശ്യക്കാരേറെ. പടക്കമില്ലാത്ത വിഷു ആഘോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ മലയാളികൾക്ക് കഴിയില്ല. എന്നാൽ മുൻകാലങ്ങളിലെ പോലെ ഇത്തവണ പടക്ക വിൽപ്പനശാലകളുടെ എണ്ണം കുറവാണ്. ലൈസൻസ് ലഭിക്കുന്നതിലെ സങ്കീർണതകളാണ് വിൽപ്പന കേന്ദ്രങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ഇടയാക്കിയത്. പാലാ നഗരത്തിലെ കുരിശുപള്ളിക്കവലയിലെ പടക്ക വിൽപ്പനശാലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നഗരത്തിലെ പ്രധാന വിൽപ്പനശാല പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. ആകാശത്ത് വർണ്ണവൈവിധ്യം ഒരുക്കുന്ന ചൈനീസ് പടക്കങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെ. അതിനു പുറമെ ഓലപ്പടക്കം, കമ്പിത്തിരി, ബീഡിപ്പടക്കം, അമിട്ട് തുടങ്ങിയ ഇനങ്ങൾക്കും ആവശ്യക്കാരുണ്ട്. 5 രൂപ മുതലുള്ള പടക്കങ്ങളും 1000-ന് മുകളിൽ വില വരുന്ന ചൈനീസ് ബോക്സുകളും വിപണിയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം ജില്ലയുടെ അതിർത്തികളിൽ സ്റ്റാറ്റിക് സർവൈലൻസ് സംഘങ്ങൾ പരിശോധന കർശനമാക്കി. കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന 28 ഇടങ്ങളിലാണ് സംഘങ്ങൾ 24 മണിക്കൂറും പരിശോധന നടത്തുന്നത്. ജില്ലാ അതിർത്തികളിൽ പരിശോധന കർശനമാക്കി സ്റ്റാറ്റിക് സർവൈലൻസ് സംഘങ്ങൾ. മാർച്ച് 27 മുതൽ ജില്ലാ അതിർത്തികളിൽ 24 മണിക്കൂറും സ്റ്റാറ്റിക് സർവൈലൻസ് ടീം സജ്ജമാണ്. ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന 28 ഇടങ്ങളിലാണ് 84 സ്റ്റാറ്റിക് സർവൈലൻസ് സംഘങ്ങൾ സദാ ജാഗരൂകരായിരിക്കുന്നത്. 3 ഷിഫ്റ്റുകളായാണ് പരിശോധനാ സംഘത്തിന്റെ പ്രവർത്തനം. ഒരു ടീം ലീഡർ, 2 പോലീസ് ഉദ്യോഗസ്ഥർ, ഒരു വീഡിയോഗ്രാഫർ എന്നിവരാണ് ഒരു ടീമിൽ. പരിശോധനയുടെ ദൃശ്യങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. വാഹനത്തിലും സംഘം പ്രവർത്തിക്കുന്ന പന്തലിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന തരത്തിൽ പണം, അനധികൃത മദ്യം, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയുടെ നീക്കം തടയുന്നതിനാണ് സ്റ്റാറ്റിക് സർവൈലൻസ് സംഘങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. ഇലവീഴ, പൂഞ്ചിറ ടോപ്പ്, കാഞ്ഞിരംകവല, നീർപ്പാറ, പ്ലാച്ചേരി, ഇടകടത്തി, വഴിക്കടവ്, പൂത്തോട്ട, തണ്ണീർമുക്കം ബണ്ട്, ലായിക്കാട്, AC റോഡ്, പെരുന്ന, മുക്കൂട്ടുതറ, കല്ലേൽപാലം, നെല്ലാപ്പാറ, ചെറുകരപ്പാലം, ഏന്തയാർ പാലം, പായിപ്പാട്, പുളിക്കൻപാറ, തോപ്പിൽക്കടവ്, പുതുവേലി TR&T എസ്റ്റേറ്റ്, കൊമ്പുകുത്തി, ഇളങ്കാട് പാലം, കറുകച്ചാൽ, വഞ്ചികപ്പാറ, പെരുംകുറ്റി, അഴുതയാർ പാലം, കൂട്ടിക്കൽ ചപ്പാത്ത്, കണമലപ്പാലം,
കുളമാവുംകുഴി എന്നിവിടങ്ങളിലാണ് സ്റ്റാറ്റിക് സർവേലൻസ് ടീം പ്രവർത്തിക്കുന്നത്. മതിയായ രേഖകളില്ലാതെ 50,000 രൂപയിൽ കൂടുതൽ കൈവശം വെച്ച് യാത്ര ചെയ്യുന്നവർക്കെതിരെയും മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ, നിയമാനുസൃതമല്ലാത്ത മദ്യം എന്നിവയുമായി യാത്ര ചെയ്യുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കും. പണം പിടിച്ചെടുത്തത് സംബന്ധിച്ച് പരാതിയുള്ളവർക്ക് കളക്ടറേറ്റിലെ അപ്പീൽ കമ്മിറ്റി മുമ്പാകെ അപ്പീൽ ഫയൽ ചെയ്യാം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള കോൺഗ്രസുകളെ പിരിച്ചുവിടണമെന്ന് PC ജോർജ്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും PC ജോർജ് കോട്ടയത്ത് പറഞ്ഞു. കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ തമ്മിലടിച്ച് തകരുമെന്ന് BJP നേതാവ് PC ജോർജ് പറഞ്ഞു. കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ പിരിച്ചുവിടണമെന്നും PC ജോർജ് ആവശ്യപ്പെട്ടു. പാർട്ടിക്ക് പേരിട്ട മന്നത്ത് പത്മനാഭൻ പോലും തള്ളിപ്പറഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും PC ജോർജ് കുറ്റപ്പെടുത്തി. 50 എന്നൊരു വാക്ക് ആളുണ്ടല്ലോ, 50 സീറ്റ് തേക്കാൻ കോൺഗ്രസിന് കഴിയില്ല പ്രതിപക്ഷം എന്ന രീതി. പിന്നെ എന്താ വർത്തമാനം പറഞ്ഞ കാര്യം? തീരാൻ പോകുന്നത് സങ്കടമുണ്ട്. കോൺഗ്രസ് തീരുന്നത് എനിക്ക് ഇഷ്ടമില്ലട്ടോ. എന്നാന്നറിയാം, ഒരു പ്രതിപക്ഷം വേണ്ടേ, അതില്ലാതാകാൻ പോവാ. അത് അവരുടെ കയ്യിലിരിപ്പുണ്ട്, നേരത്തെ പറഞ്ഞവരുള്ള കയ്യിലിരിപ്പാണ്. അതിലെനിക്ക് ദുഃഖമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും PC ജോർജ് പറഞ്ഞു. എനിക്ക് ഒന്നല്ല പ്രതീക്ഷ, പിന്നെ എങ്ങനെ പറയുന്നു? കോട്ടയത്ത് വിജയപ്രതീക്ഷയുള്ള സംശയമൊന്നും വേണ്ട. കാരണം SNDPയുടെ മാത്രം SRPയുടെ വോട്ട് BDS മാത്രം കിട്ടിയാൽ പരിചയിക്കില്ലോ. പിന്നെന്താ, ജയസാധ്യതയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഭരണങ്ങാനത്ത് വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. മുത്തേലൂർ സ്വദേശി ഇമ്മാനുവലാണ് മരിച്ചത്. ഭരണങ്ങാനത്ത് ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പാല മുത്തോലി പന്തത്തല വലിയപറമ്പിൽ ഷിജോ ജോസഫിന്റെ മകൻ VS ഇമ്മാനുവലാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. പാല ഈരാറ്റുപേട്ട റോഡിൽ അമ്പാറ ദീപ്തി ജംഗ്ഷന് സമീപം വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് അപകടമുണ്ടായത്. ഇമ്മാനുവൽ സഞ്ചരിച്ച ബുള്ളറ്റ് തടിലോറിയെ മറികടക്കുന്നതിനിടെയാണ് അപകടം. യുവാവ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. അമ്പാറ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിലെ ജീവനക്കാരനാണ് മരിച്ച ഇമ്മാനുവൽ. ഈരാറ്റുപേട്ട പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടി സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. മോൻസ് ജോസഫിന്റെ ഔദാര്യം തനിക്ക് വേണ്ടെന്ന് മുൻ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ. കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തനിക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ മോൻസ് ജോസഫ് MLA അവസാനിപ്പിക്കണമെന്നും മോൻസിന്റെ ഔദാര്യം തനിക്ക് വേണ്ടെന്നും മുൻ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് നൽകാമെന്നാണ് പറഞ്ഞതെന്നാണ് മോൻസ് ജോസഫ് പറയുന്നത്. താൻ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നെന്നും മോൻസ് ജോസഫ് അറിയണമെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ഞാൻ 2000-ൽ കരൂർ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് വാർഡിൽ മത്സരിച്ച് റെക്കോർഡ് വോട്ടിൽ ജയിക്കുകയും കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാകുകയും ചെയ്തതാണ്. 2005-ൽ ധാരാളം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും ധാരാളം ബ്ലോക്ക് പ്രസിഡന്റാകുകയും ചെയ്തതാണ്. 2010-ൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിച്ച, അതായത് 3.25 പഞ്ചായത്തിലാണ് ഞാൻ വിജയിച്ചത്. ജില്ലാ പഞ്ചായത്ത് വിജയിച്ച ആളാണ്. അപ്പോൾ എനിക്ക് മോൻസ് ജോസഫിന്റെ പഞ്ചായത്ത് സീറ്റ് എനിക്ക് ആവശ്യമില്ല, അത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഫ്രാൻസിസ് ജോർജ് തെരഞ്ഞെടുപ്പ് മത്സര തൊഴിലാളിയായി അധപ്പതിച്ചെന്നും സജി മഞ്ഞക്കടമ്പിൽ കുറ്റപ്പെടുത്തി. കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ. അദ്ദേഹത്തെക്കുറിച്ച് ഇടുക്കിയിൽ നിന്നുള്ള ആളുകളൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഇടുക്കിയിൽ അദ്ദേഹത്തോട് പ്രവർത്തിച്ച ആൾ പറഞ്ഞിരിക്കുന്നത്, പിന്നെ അദ്ദേഹത്തിന്റെ പഴയ ആത്മസുഹൃത്തിനോട് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഒരു മത്സര തൊഴിലാളിയാണ്. അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കും, ഏത് മുന്നിലെ ആളുകളും മത്സരിക്കണം. അനുസരിച്ച് പാവപ്പെട്ട ആളുകൾ അവരുടെ പോക്കറ്റിലെ പൈസ മുടക്കി പ്രവർത്തിക്കും. ഇങ്ങനെ പണപ്പെരുമായിട്ട് നടക്കും. അവസാനം അദ്ദേഹം പണമായിട്ട് വീട്ടിൽ പോകുന്ന പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് 6 കോടി രൂപ അദ്ദേഹത്തിന് ആസ്തിയുണ്ട്. അദ്ദേഹം QR കോഡ് ഇട്ടിട്ടുണ്ട്, മറ്റൊരു സ്ഥാനാർത്ഥി ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത്, അപ്പൊ അങ്ങനെയുള്ള ആളൊക്കെ ഞാൻ മുന്നണി വിട്ടത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിനകത്ത് വളരെയേറെ മാനസിക ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ മുന്നണി വിട്ടു. ആ മുന്നണി വിട്ടതിൽ ഞാൻ ഇവരെ ആക്രമിക്കാൻ ചെന്നില്ലല്ലോ. ഞാൻ എന്റെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു. അതിന് എന്നെ ഇത്രമാത്രം വീണ്ടും അധിക്ഷേപിക്കുന്നത് ശരിയാണോ എന്നുകൂടി ഫ്രാൻസിസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും കേരളത്തിൽ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പുലർച്ചെ 2 മണിക്ക് ഇവിടെ നട തുറക്കും. ക്ഷേത്രത്തിലെ 5-ാം പുറപ്പാട് ഉത്സവത്തിന് കൊടിയേറി. രാജ്യത്ത് ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമെന്ന ഖ്യാതി നേടിയ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. രാവിലെ തന്ത്രി ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തിമാരായ മുളവേലിപ്പുറത്ത് ഹരി നമ്പൂതിരി, കല്ലമ്പള്ളി വേണുജി നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറി.
എന്നും പുലർച്ചെ 2 മണിക്കാണ് നട തുറക്കുന്നത്. വിഷുദിനത്തിൽ പുലർച്ചെ 2:30 നിർമ്മാല്യ ദർശനത്തിന് ശേഷമാണ് വിഷുക്കണി. രാത്രി 9 വിഷുവിളക്കും നടക്കും. കംസ നിഗ്രഹത്തിന് ശേഷം വിശന്നു വലഞ്ഞു നിൽക്കുന്ന ശ്രീകൃഷ്ണനാണ് തിരുവാർപ്പിലെ പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ടാണ് ദർശനം. ഗ്രഹണം ബാധിക്കാത്ത ക്ഷേത്രമായ തിരുവാർപ്പിൽ ഉഷനിവേദ്യമാണ് പ്രധാനം. ഗ്രഹണ സമയത്തും പൂജയുള്ള ക്ഷേത്രമാണ് തിരുവാർപ്പിലേത്. പ്രത്യേക വാദ്യമായ ആനകത്തുടി ഇവിടെയുണ്ട്. ശ്രീകൃഷ്ണൻ കംസനെ വധിച്ച വിവരം ഈ തുടി ഉപയോഗിച്ചാണ് അറിയിച്ചതെന്നാണ് വിശ്വാസം. 10ാം ഉദയ ദിവസത്തിലെ സൂര്യരശ്മികൾ ശ്രീകോവിലിലെ പീഠത്തിൽ പതിക്കുന്ന രീതിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. പതിറ്റാണ്ടുകൾക്ക് മുൻപേ സ്വർണ്ണക്കൊടിമരം സ്ഥാപിച്ച തിരുവാർപ്പിലെ കൂത്തമ്പലവും ലക്ഷണമൊത്തതാണ്. ക്ഷേത്രത്തിലെ 6ാം ഉത്സവ ദിനമായ ഈ മാസം 18 രാവിലെ 9 മണിക്ക് മാതൃക്കയിൽ ദർശനവും രാത്രി 9 5ാം പുറപ്പാടും നടക്കും. 7ാം ഉത്സവത്തിന് വടക്കോട്ട് പുറപ്പാടും 8ാം ഉത്സവത്തിന് കിഴക്കോട്ട് പുറപ്പാടും പള്ളിവേട്ട ദിനത്തിൽ തെക്കോട്ട് പുറപ്പാടും നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക സമ്പൽ സമൃദ്ധിയുടെ സ്മൃതികളുമായി കണിയൊരുക്കും വിഷു നാളെ. ജില്ലാ അതിർത്തികളിൽ കർശന പരിശോധനയുമായി സ്റ്റാറ്റിക് സർവൈലൻസ് സംഘങ്ങൾ. അനധികൃത പണം, മദ്യം, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ തടയും. ഭരണങ്ങാനത്ത് ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. അപകടമുണ്ടായത് തടിലോറിയെ മറികടക്കുന്നതിനിടെ. മരണപ്പെട്ടത് മുത്തോലി സ്വദേശി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.